6 മാസമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിന് വേണ്ടി ഐ വാസ് മെസ്സേജിങ് യു. അന്നും എനിക്കൊന്ന് ഷൂട്ടിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു, കിട്ടിയില്ല ടൈമൊന്നും. ബട്ട് ഫൈനലി യു ആർ ഹിയർ. ഇത്രയും പ്രാവശ്യം ചോദിച്ചാൽ അങ്ങനെ വരാതിരിക്കാൻ പറ്റുന്നത്, ഇത്രയും ഫോളോ അപ്പ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്തായാലും സമയമില്ലാത്തപ്പോഴും എനിക്ക് എന്തായാലും വരണമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ അല്ല, മച്ച്. ഇത് കറക്റ്റല്ലേ? സിനിമ തന്നെയാണ് താല്പര്യം. പിന്നല്ല, കൊള്ളാം. ഇത്രയും കാലം ഇനി ഞാൻ വേറെ വഴി പോകണം. യു നീഡ് ടു ബി മാർക്കറ്റഡ്, യു നീഡ് ടു ബി ബി ഇൻ ഗുഡ് ഷേപ്പ്. കറക്റ്റായിട്ട് ആ പ്രോഡക്റ്റ് എപ്പോഴും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കണം. അപ്പം ഫിറ്റ്നസ് ഇസ് എ മസ്റ്റ്. അതെ അതെ. വർക്കൗട്ട് ഇല്ലെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇല്ല, ഡയറ്റ് ഇല്ല. കോഴിക്കോട് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അതെ. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് നല്ലോണം ഞാൻ എപ്പോഴൊക്കെ ഗ്യാപ്പ് എടുത്ത് ഞാൻ എപ്പോഴൊക്കെ പോയി വർക്കൗട്ട് ചെയ്യായിരുന്നു. എന്നിട്ട് ഞാൻ 2-3 കിലോ കൂടി. നമുക്ക് വിഷമം വന്നാലും നമുക്ക് ബിരിയാണി കഴിക്കാം. എന്ത് ഭക്ഷണത്തിനൊരു കാരണം വേണ്ടാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു ഇപ്പം ഇപ്പോഴത്തെ ഫിറ്റ്നസ് ഇച്ചിരി മോശം ആണല്ലേ? ഓക്കെ. ഹായ് ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റോറീസ് വിത്ത് ശിൽപ സുധീർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സഞ്ജു ശിവറാമാണ്. വെൽക്കം സഞ്ജു. സോ സഞ്ജു, എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിന് വേണ്ടി ഐ വാസ് മെസ്സേജിങ് യു. അന്നും എനിക്കൊന്ന് ഷൂട്ടിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു, കിട്ടിയില്ല ടൈമൊന്നും. ബട്ട് ഫൈനലി യു ആർ ഹിയർ. ഇത്രയും പ്രാവശ്യം ചോദിച്ചാൽ അങ്ങനെ വരാതിരിക്കാൻ പറ്റുന്നത്, ഇത്രയും ഫോളോ അപ്പ് ചെയ്യുമ്പോൾ. ഞാൻ വേറെ ഒരു കാര്യത്തിന് ഇത്രയും ഫോളോ അപ്പ് ചെയ്ത് കാണത്തില്ല. നല്ല കാര്യം, സന്തോഷം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്തായാലും സമയമില്ലാത്തപ്പോഴും എനിക്ക് എന്തായാലും വരണമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഇത് കറക്റ്റല്ലേ? അതെ, ഇത്രയും തിരക്കിനിടെ വന്നതിൽ സീരിയസ്ലി ഞാൻ ആക്ച്വലി ലാസ്റ്റ് ടൈം വരെ ഞാൻ വിചാരിച്ചു വന്നു. ഐ വാസ് നോട്ട് എക്സ്പെക്ടിങ് യു സീരിയസ്ലി. ബട്ട് വന്നതിൽ ഒത്തിരി സന്തോഷം. സോ നമുക്ക് ഐ നോബഡി എന്ന് തന്നെ തുടങ്ങാം. എന്താണ്, ഹൗ മച്ച് യു ആർ എക്സൈറ്റഡ്? മൂവിയുടെ റിലീസ് പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞല്ലോ. To be part of one of the finest cinemas I have, or in one of the finest movies I have worked in, എന്നാണ് എനിക്ക് അതിനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. കാരണം എനിക്ക് ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും നല്ല സിനിമ അല്ലെങ്കിൽ ഏറ്റവും ഗംഭീര സിനിമ എന്ന് പറയുന്ന നമുക്ക് മലയാളത്തിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് റോഷാക്ക്. അപ്പം അതിൻ്റെ തന്നെ മേക്കറിൻ്റെ സിനിമയാണ് ഐ നോബഡി. അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നിസാം അടുത്ത സുഹൃത്താണ്. സുഹൃത്തിനേക്കാൾ ഉപരി എനിക്ക് അതിനേക്കാൾ കൂടുതൽ എനിക്കൊരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നിസാമിൻ്റെ പ്രൊജക്ടിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഗംഭീര ഒരു ടെക്നീഷ്യനാണ് നിസാം. ഒരിക്കലും ഒരു എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. ഐ നോബഡി ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഒരു ടിപ്പിക്കൽ ഒരു സിനിമയുടെ ഫോർമുല ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ ടിപ്പിക്കൽ ഒരു സിനിമയുടെ എക്സ്പ്രഷൻ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഗ്രാമർ ഉണ്ടല്ലോ, ആ ഗ്രാമർ ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. സോ ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. നിസാം എപ്പോഴും അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സബ്ജക്ട്സ് ആണ് എടുക്കുന്നത്. ഇപ്പം കെട്ടിയോളാണ്ട് മാലാഖയാണെങ്കിലും അല്ലെങ്കിൽ റോഷാക്ക് ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് എളുപ്പമല്ല. അപ്പൊ അങ്ങനെ അതിനോടുള്ള റെസ്പെക്ട് എനിക്കുണ്ട്. പ്രൊമോഷനിൽ ഞാൻ പറഞ്ഞു കേട്ടു, ട്രെയിലറിനേക്കാൾ നന്നായിട്ടാണ് മൂവി. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നു, എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം നിസാമിനോട് പിന്നെ സംബന്ധിച്ച് അളിയാം അധികം തള്ളല്ലേ എടുത്ത് പറഞ്ഞിട്ട് കൂടുതൽ പറയണ്ട. ആൾക്കാർ എക്സ്പെക്ടേഷൻ പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ. പക്ഷേ ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആൻഡ് ആസ് ഫാർ ആസ് ഐ ഹാവ് ഇന്ററാക്റ്റഡ് വിത്ത് രാജുവേട്ടൻ, അദ്ദേഹവും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം വളരെ ഹാപ്പിയാണ്, വളരെ എക്സൈറ്റഡ് ആണ്. ആ സിനിമ എത്ര കോടി അതിലല്ല അതിൻ്റെ എക്സൈറ്റ്മെന്റ്, എത്ര വലിയ കളക്ഷൻ, വലിയ ബ്ലോക്ക് ബസ്റ്റർ. അതിനേക്കാളും അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ സാധിച്ചതിന്റെ ഇതാണ്. കാരണം ആ സിനിമയ്ക്ക് മലയാള സിനിമയുടെ ഇതിലൊരു സ്ഥാനം, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സ്ഥാനമുള്ള സിനിമയാണ് ആയിരിക്കുമെന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് പൃഥ്വിരാജ് കുമാർ. അത് ആ സിനിമയിലായിരിക്കും. ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച സിനിമ എനിക്ക് തോന്നുന്നു. പെർഫോമൻസും എല്ലാം വെച്ചിട്ട് ഐ നോബഡി ആയിരിക്കും. എന്തായി, ഷൂട്ട് കഴിഞ്ഞോ? ഷൂട്ട് കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞു. ഇപ്പം ഇന്നലെ റാപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇനി അത് ഒരു മാസമേ ഉള്ളൂ. ആക്ച്വലി 2 മാസത്തിനുള്ള അത് റിലീസാവും. ഓഗസ്റ്റ് 20th റിലീസ്. അപ്പോൾ അത് ആ ഡേറ്റ് വെച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പോൾ അത് എൻ്റെ ഓട്ടപ്പാച്ചിലാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്തത്. ഒരു അറൗണ്ട് 120 days ഓഫ് ഷൂട്ട് ഇൻ എ സ്പാൻ ഓഫ് 5 months. അത് ഭയങ്കര ടൈറ്റ് വർക്കായിരുന്നു. അങ്ങനെ ഒരു ബ്രീതിങ് സ്പേസ് ഇല്ലാതെ പോയതാണ് എല്ലാവരും. അത് വൈശാഖേട്ടനാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ എന്നോണമാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജിനുചേട്ടനാണ്. ജിനുചേട്ടൻ
അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ അതിൻ്റെ നിർമ്മാണം അദ്ദേഹം ഏറ്റെടുക്കാമെന്ന് പുള്ളി തന്നെ ചെയ്യാമെന്നുള്ള തരത്തിൽ രണ്ടും കൽപ്പിച്ചിറങ്ങണം. കാരണം ഒരു ആ ജിനുചേട്ടനെ പോലെ ഒരാൾക്ക് എളുപ്പത്തിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം. ബേസിക്കലി ഒരു പ്രൊഡ്യൂസറൊന്നുമല്ല, പക്ഷെ അത് അങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സിനിമയാണ്. കാരണം അത്ര വലുതാണ്, അത്രയും വലിയ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ മുതിരുമെന്ന്. അപ്പോൾ അദ്ദേഹം അതിലേക്ക് ഇറങ്ങി തിരിച്ചു ഈ ഒരു വളരെ സമയബന്ധിതമായിട്ടത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അത് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിലെ ഏറ്റവും നല്ല മികച്ച സീസൺഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് പോലും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത് വളരെ കൃത്യമായി ചെയ്തു. ജോമൻ ടി ജോണിന്റെ ക്യാമറ അത് എനിക്ക് തോന്നുന്നു വൈശാഖന്റെ സിനിമാറ്റിക് ഗ്രാമറിനെ മാറ്റം വരുത്തുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഒരുപാട് പ്ലസ് ഉള്ള ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ അതിന് വല്ലാത്തൊരു ഓർഗാനിക്കലി ഒരു ഹൈപ്പ് ഉണ്ടാവുന്നു, അതിനെപ്പറ്റി ഒരു സംസാരവും വിഷയം ഉണ്ടാവും. അതൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടിയാണ് അതിന്റെ ഇത് വരുന്നത്. അപ്പൊ ഇപ്പം പറയുന്നത് അതിന്റെ ഹൈപ്പ് ഇത്തിരി കൂടുതലല്ലേ എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ വല്ലാതെ നമ്മൾ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സ്ട്രീം മഴ പെയ്ത സിറ്റുവേഷൻസിൽ നമുക്ക് ഷൂട്ടുള്ള സമയത്ത് മഴ പെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചൂടത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു അനുഗ്രഹം മാറി കിട്ടി. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഏപ്രിലായിരുന്നു പ്ലാൻ ചെയ്തത്. ഈ പറയുന്ന ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ ഈ ടെൻഷൻസ് കാരണം അത് ലേറ്റായി. ആൻഡ് ഈ ചൂടത്ത് നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അതൊരു വല്ലാത്ത ടാസ്ക് ആയിരുന്നു, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 10-12 days നമുക്ക് ആൾക്കാരെല്ലാവരും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെയിലത്തും നമ്മൾ ഒട്ടും പരിചിതമല്ലാത്ത ടെറൈനിൽ നിന്നുകൊണ്ട് വിത്തിൽ ഒരുപാട് പേരടങ്ങുന്ന ഒരു ക്രൂ അല്ല, നാട്ടിലുള്ള അത്രയും ക്രൂ അല്ല ഇവിടെ വന്നത്. അപ്പം അതിൻ്റെ ഒരു ഹാഫ് സ്ട്രെങ്ത്തിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്താ പറയുക, അതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടതാണ്, കിട്ടുന്നതാണ്. അപ്പം ഒരുപാട് പേർ എഫേർട്ട് അതിലുണ്ട്. തീർച്ചയായിട്ടും. രാജുവേട്ടനോടുള്ള ഒരു എക്സ്പീരിയൻസ് ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അവിടെ വെച്ചും പറയുന്നുണ്ടായിരുന്നു പുള്ളി സെറ്റിലുണ്ടെങ്കിൽ ഇൻ ആൻഡ് ഔട്ട് പുള്ളി ഫുള്ള് കംപ്ലീറ്റ് ക്യാമറ എന്തായിരിക്കണം, എവിടെ കട്ടാവണം, എല്ലാ കാര്യങ്ങളും. അല്ല അങ്ങനെയല്ല, അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടെന്നുള്ള അത് തീരുമാനിക്കുന്നത് എൻറ്റയർലി ഇതൊരു വൈശാഖേട്ടൻ്റെ സിനിമയാണ്. കാരണം വൈശാഖേട്ടൻ ഈ അതായത് ഒരു എന്റർടൈനിങ് സിനിമയുടെ മാസ്റ്ററാണ്. ഈ ഒരു കഴിഞ്ഞ ഇപ്പം പോക്കിരി രാജ മുതൽ ഇതുവരെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം മലയാളത്തിന് ആദ്യത്തെ 100 കോടി സിനിമ സമ്മാനിച്ച ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞ രാജുവേട്ടനുള്ള സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര കൃത്യമായിട്ട് ഈ ഡയറക്ടറിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്, കൃത്യമായിട്ട് അതിന് സെൻസ് ഉള്ള ആളാണ്. ബീങ് എൻ ആക്ടർ ഈസ് നോട്ട് ജസ്റ്റ് എൻ ആക്ടർ, ഹി നോസ് എക്സാക്ട്ലി മറ്റു ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനൊരു സംഭവം ചെയ്താൽ അത് എങ്ങനെയാ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന്റെ എഡിറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കൃത്യമായ ധാരണയുള്ള ഒരു ആക്ടറാണ്. ഫോർ ആൻ ആക്ടർ ലൈക്ക് മീ അദ്ദേഹം അങ്ങനെ അത്രയും നോളജ് ഉള്ള ഒരാള് ഭയങ്കര തീർച്ചയായിട്ടും നമ്മൾ വിൽ ലുക്ക് ഫോർവേഡ് ടു. അപ്പൊ അങ്ങനത്തെ ഒരു ഭയങ്കര പ്ലസ് ആണത്. വൈശാഖേട്ടനാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഫോർ എ ഡയറക്ടർ അങ്ങനെ ഒരു ആക്ടറെ കിട്ടുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. തീർച്ചയായിട്ടും കൺഫ്യൂഷൻസ് ഇല്ല, ഈസിലി കാര്യങ്ങൾ കൺവേ ചെയ്യാം ആൻഡ് മ്യൂച്വലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും. അപ്പം ഭയങ്കര ഹൃദയത്തിൽ പോയ രണ്ടുപേരായിട്ട് എനിക്ക് തോന്നി. അറ്റ് പ്രസന്റ് എന്തായാലും ഒരു ടേണിംഗ് പോയിന്റ് എത്തി. ഇപ്പം ഈ 2 മൂവി ഓക്കെ, നമുക്ക് ഓരോ സമയത്തും ഓരോ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. കോളേജ് സമയത്ത് ചില കാര്യങ്ങളിലൂടെ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എന്താണ് എക്സൈറ്റ്മെന്റ്? ഫാമിലിയാണോ, മൂവിയാണോ, ട്രാവൽ ചെയ്യുന്നതാണോ? എനിക്ക് എല്ലാ എക്സൈറ്റ്മെന്റ്, എൻ്റെ ലൈഫിൻ്റെ ഈ സ്റ്റേജ് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതിലെല്ലാം പെടും, എൻ്റെ ഫാമിലി പെടും, യാത്രകളും പുതിയ ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ എൻ്റെ കരിയറിലുണ്ടാവുന്ന മാറ്റങ്ങളും, ഇതെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വേറൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്, ഒരു മെച്യൂരിറ്റിയിലേക്ക് കടക്കുന്ന ഒരു സ്റ്റേജാണ്. എന്നാൽ അതിനൊപ്പം തന്നെ നമുക്ക് വിഷമം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളും അതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകുന്നതാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ എനിക്ക് അതെല്ലാം ഉണ്ട് ഈ സമയത്ത്. ഇപ്പോൾ എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും. ഞാൻ എത്രയും നാൾ കൊതിച്ചതും ആഗ്രഹിച്ചതും ആയിട്ടുള്ള നല്ല വലിയ സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, വലിയ സിനിമകളുടെ ഭാഗമാണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പം സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പലതും പഠിക്കുന്നത് ചിലപ്പം അങ്ങനത്തെ ആളുകളിൽ നിന്നായിരിക്കും. ഞാനൊരു ഫിലിം സ്കൂളിൽ പോയി പഠിച്ച ആളല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റ് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ട്, ഞാൻ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്ത് പഠിക്കുകയും
ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഇവരിൽ നിന്നെല്ലാം എനിക്ക് ഭയങ്കര ടേക്ക് അവേസ് ഉണ്ട്. ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. അപ്പം എനിക്കിതിനകത്ത് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വർക്കിംഗ് വിത്ത് പൃഥ്വിരാജ്, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അദ്ദേഹം കാരണം അങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് സിനിമയോട് ഉണ്ടാവുക. പിന്നെ അദ്ദേഹത്തിന് തമിഴ് സിനിമ മാത്രമേ ഓടുന്നുള്ളൂ. അപ്പോൾ സിനിമയെ പറ്റിയിട്ടാണ്, സിനിമയുടെ എല്ലാ ഡയമെൻഷൻസിനെ പറ്റിയിട്ടും തിങ്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ്സ് നമുക്കുണ്ടെങ്കിൽ, നമുക്കും ഉണ്ടാവുകയാണെങ്കിൽ, കുറച്ചെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമകളിൽ ഒത്തിരി അവർക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് അതിൽ അങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ ആക്ടിങ്ങിൽ കൂടുതൽ റൂട്ടഡ് ആയിട്ട് പോവുകയും, ഞാൻ പേഴ്സണലി നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി ബോധേഡാവാറില്ല, ഒട്ടും ബോധേഡാവില്ല. കാരണം ഞാൻ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഒട്ടും സ്ട്രക്ചേർഡ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ നിയന്ത്രിതമാവാതെ മുമ്പോട്ടും അഭിനയിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഴുക്കിൽ പോകണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ആഡഡ് അഡ്വാൻറ്റേജ് ഭയങ്കരമാണ്. ആ ഓൺ ദ ഗോ ഒരുപാട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇപ്പം ജാനുവരിയിൽ നോബഡി ഷൂട്ട് തുടങ്ങി. അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് നോബഡി, ഖലീഫ, അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് ഇതിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടറൊപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് ഇനി അടുത്ത മാസം ജൂലൈ 9-ാം തീയതി നോബഡി എന്ന് പറയുന്ന സിനിമ റിലീസാവും. അത് ഞാൻ ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ഇന്ന് കാണണ്ട എന്ന് തീരുമാനിച്ച ഒരു സിനിമയാണ്. കാരണം എനിക്കതൊരു പ്രേക്ഷകനെ പോലെ ആസ്വദിച്ചിട്ട് കാണാം. അത് ഭയങ്കര രസമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മലയാള സിനിമയുടെ സ്റ്റാൻഡേർഡിനേക്കാൾ ഒരുപാട് മുകളിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ ടെക്നിക്കൽ എക്സലൻസ് ഒക്കെ ഒരു അതിഗംഭീരമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാണ്. അത് അടുത്ത മാസം റിലീസാവുന്നു, ജൂലൈ 9. അത് കഴിയുമ്പോൾ ഖലീഫ പോലൊരു സിനിമ ഓഗസ്റ്റ് റിലീസാവുന്നു. അങ്ങനെ എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു 8 മാസം ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ പ്രേം പാറ്റ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഖലീഫയുടെ ഒപ്പം തന്നെ സാമിൽറ്റേനിയസ്ലി ഷൂട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഇൻ്റർവെൽസിൽ എനിക്കത് ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പോൾ അതെനിക്കൊരു ഒക്ടോബറിൽ റിലീസ്. അങ്ങനെ ഭയങ്കര രസകരം, ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. ഇതിൻ്റെ ഇടയ്ക്ക് തീർച്ചയായിട്ടും അല്ല, ഞാൻ ഒരു ന്യൂസ് കേട്ടു, ഇനിയും ഒരു പൃഥ്വിരാജ് പ്രൊഡക്ഷനിൽ ഒരു മൂവി വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അതൊന്നും നമുക്ക് കൺഫേംഡ് ആയിട്ടില്ല. അത് ഉണ്ട്, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അതുമായിട്ടാണ് അത് കൃഷാന്ത് അദ്ദേഹത്തിന് ഡിസ്കസ് ചെയ്ത സബ്ജക്റ്റും. അപ്പോൾ അതിൽ ഞാൻ അതിൽ വർക്ക് ചെയ്യുന്ന, അതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ്. അപ്പോൾ അത് എൻ്റെ റൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയും അത് മുന്നോട്ട് ഇനിയും ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അത് ദേ ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ അത് നടക്കുമായിരിക്കും. അത് സംഭവിക്കട്ടെ, നല്ല കാര്യം. അത് നടക്കട്ടെ. ഓക്കെ. ഇപ്പം മൂവി ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്തായിരുന്നു സഞ്ജു എന്ന് പറയുന്ന വ്യക്തി, കരിയർ മൂവി അല്ലായിരുന്നെങ്കിൽ? ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത്, എൻ്റെ വർക്ക് തുടർന്നു പോയിരുന്നു. ഞാൻ ബാങ്കിങ്ങിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ MBA ചെയ്ത് ഫിനാൻസിലായിരുന്നു. അപ്പോൾ ഫിനാൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് നിശ്ചിതമായിട്ടുള്ള എന്തെങ്കിലും കടന്നു പോകുമായിരുന്നായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പോഴും താല്പര്യമില്ല. ഇപ്പോഴും സിനിമ തന്നെയാണ് താല്പര്യം. പിന്നല്ല, കൊള്ളാം. ഞാൻ വേറെ വഴിക്ക് പോകണം. ഫിറ്റ്നസ് ഫോക്കസ്ഡ് ആണോ, അതോ ഈ ഫിലിം ഫീൽഡിന് വേണ്ടി മാത്രമാണോ, അതോ യു ആർ ലൈക്ക് ഡെഡിക്കേറ്റഡ് ഫോർ ഇറ്റ്? അല്ല, ഞാൻ ബേസിക്കലി എനിക്ക് സ്പോർട്സ് വലിയ ഇഷ്ടമുള്ള ആളാണ്. ഫിറ്റ്നസ് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കൂടുതൽ മോർ ഉണ്ട് സ്പോർട്സ്. എൻ്റെ സ്കൂൾ ഡേയ്സിലൊക്കെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ട്. ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പം യു ആർ ദ പ്രോഡക്റ്റ്. യു നീഡ് ടു ബി മാർക്കറ്റഡ്, യു നീഡ് ടു ബി ഇൻ ഗുഡ് ഷേപ്പ്. കറക്റ്റായിട്ട് ആ പ്രോഡക്റ്റ് എപ്പോഴും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിരിക്കണം. അപ്പം ഫിറ്റ്നസ് ഇസ് എ മസ്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ചുകൂടി എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും എൻ്റെ വ്യക്തിപരമായിട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ ഞാനത് നോക്കേണ്ടത് എനിക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് അത് രണ്ടും ഭയങ്കര രസകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും നമുക്ക് അത്രയും വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനും പലപ്പോഴും പറ്റാറില്ല. എസ്പെഷ്യലി ഈ ഖലീഫ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഡേ നൈറ്റ് ഒക്കെ അങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഭയങ്കര ടയർഡായിരിക്കും. വെതറൊക്കെ നമുക്ക് ഭയങ്കര അത്ര സപ്പോർട്ടീവ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ബാക്ക് ഇൻ ടു ഇറ്റ്. അതെനിക്ക് പിന്നെ അതാണ് നമ്മുടെ പല കഥാപാത്രങ്ങളെ ഹെൽപ്പ് ചെയ്തത്. വർക്കൗട്ട് ഇല്ലെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്? ഇല്ല, ഡയറ്റ് ഫോളോ ഇല്ല. ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫോളോ ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെല്ലാം നല്ല സ്ട്രെസ്ഡ് ആയിരിക്കും. നൈറ്റ് ഷൂട്ട്സ് ഒക്കെ വരുന്ന സമയത്ത്, നൈറ്റ് ഫുൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അങ്ങനെ വരും. നമുക്ക് ചിലപ്പോൾ നല്ല ക്രേവിങ്സ് വരും. അപ്പോൾ നമ്മൾ കഴിക്കും. പിന്നെ നല്ല സ്ഥലങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളത് നോ പറയില്ല. പക്ഷേ ഞാൻ അത് വർക്കൗട്ട് ചെയ്ത് ബാലൻസ് ചെയ്യും. അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ബാലൻസ് ചെയ്ത് പോകും. ഒരു ഡയറ്റൊക്കെ 2 നേരം നന്നായി കഴിച്ചാൽ 3-ാമത്തെ നേരം കഴിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ കുറേ നാൾ നമുക്ക് ഷൂട്ട് കോഴിക്കോടായിരുന്നു. കോഴിക്കോട് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴിക്കോട് നല്ലോണം ഞാൻ എപ്പോഴൊക്കെ ഗ്യാപ്പ് ഇടുന്നു ഞാൻ എപ്പോഴൊക്കെ പോയി വർക്കൗട്ട് ചെയ്യായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ 2-3 കിലോ കൂടി. അപ്പോൾ അത് അവിടുത്തെ ആൾക്കാരുടെ സ്നേഹം, ആൾക്കാരെല്ലാം നമ്മളെ വെറുതെ ഇരിക്കുമ്പോൾ കഴിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സംഭവം. അത് നമ്മൾ വെറുതെ കണ്ടാൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ പറയാം. നമുക്ക് വിഷമം വന്നാലും നമുക്ക് ബിരിയാണി കഴിക്കാൻ പറയാം. എന്ത് ഭക്ഷണത്തിനൊരു കാരണം വേണ്ടാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു ഇപ്പോഴത്തെ ഫിറ്റ്നസ് ഇച്ചിരി മോശം ആണല്ലേ. ഓക്കെ. നീന ഗുപ്ത, മമ്മൂട്ടി, അതുപോലെ തന്നെ പൃഥ്വിരാജ്, ഇവരിലെല്ലാം വർക്ക് ചെയ്ത സമയത്ത് ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, എല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളാണ്, അവരിലൊക്കെ വർക്ക് ചെയ്തപ്പം നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർ ആ വർക്കിൻ്റെ സമയത്ത് കാണിക്കുന്ന ഒരു വർക്കിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ. നീന ഗുപ്ത എന്ന് പറയുമ്പോൾ അവരെ പറ്റി തോന്നുന്നു നമുക്ക് അവരുടെ എൻ്റെ ലൈഫ് അവർ ക്യാരി ചെയ്തിരിക്കുന്ന ഒരു രീതി. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബോൾഡായിട്ടുള്ള സ്ത്രീകളിൽ ഒരു സ്ത്രീ ആണെന്ന് ഞാൻ പറയും. അപ്പം ഏറ്റവും സ്ട്രോങ് ആയിട്ടൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ ആർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ആ സമയത്ത് ഇവിടുത്തെ ഒരു സൊസൈറ്റിയിലൊക്കെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കരിയർ പോലും നോക്കാതെ അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ അവരുടെ ഒരു പെർസീവിയറൻസ് ഉണ്ട്. അവർ വർഷങ്ങളോളം എടുത്തെടുത്ത് വന്നില്ല. ഇപ്പം ആ ഏജ് ഗ്രൂപ്പിൽ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. പിന്നെ നീന ഗുപ്ത അതങ്ങനെ നമുക്ക് അവരുടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസം തോന്നും. അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുമ്പോഴൊക്കെയാണെങ്കിലും ഒരു ഭയങ്കര ഓപ്പൺ ആയിട്ടൊരു വ്യക്തിയാണ്. അവർക്ക് ഒന്നിനോടും പരാതിയില്ല. ഒരു ഇതിനെപ്പറ്റിയും എതിർപ്പോ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അവരെ പറ്റി കുറ്റം പറയാനോ അങ്ങനെയൊന്നുമില്ല. അവർ വളരെ അവരുടെ ഇതിൽ ഇങ്ങനെ പോവാണ്. ജസ്റ്റ് ഇമാജിൻ അവർ 65 or something. 65 ആണ് അവരുടെ കരിയറിന്റെ പീക്കിലേക്ക് അവർ എത്തുന്നത്. അല്ലെങ്കിൽ 60 ഒക്കെ ലേറ്റ് 50s മുതലാണ്. ഭയങ്കര രസമല്ലേ അങ്ങനെ പറ്റുന്ന. അത് എത്ര സമയമെടുത്തു അവരുടെ ആ ഒരു വന്ന സമയത്ത്, ഇനീഷ്യൽ സമയത്ത് അവർ നായികയായിട്ടും നല്ല കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ അവർക്ക് അധികം കിട്ടിയിട്ടില്ല. പക്ഷെ അവർ ആ സമയത്ത് ഒരു ഹിന്ദിയിലൊക്കെ ഒരു നായികയാവാനുള്ള എല്ലാ ഫീച്ചേഴ്സും അങ്ങനെ അതായത് ടിപ്പിക്കൽ അങ്ങനെ ഒരു കോൺസെപ്റ്റിലൊക്കെ വരുന്ന ഒരാളാണ്. അഭിനയിക്കാനും അറിയാം. അവർ പഠിച്ചിട്ട് വന്ന അങ്ങനത്തെ ഒരു എന്നിട്ട് അവർക്ക് അതിനെ കിട്ടിയിട്ടില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന പ്രമുഖ നടിമാരൊന്നും ഇന്ന് ലൈം ലൈറ്റിലോ അല്ലെങ്കിൽ അത്ര ഒരു ശ്രദ്ധയിൽ നിൽക്കുന്നില്ല. ശ്രദ്ധ കിട്ടുന്നില്ല അവർക്ക്. ആ സമയത്ത് ഇവർ പീക്കിലേക്ക് എത്തി. സോ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഫഹദ് ആണെങ്കിൽ ഫഹദിന്റെ ആസ് എൻ ആക്ടർ അയാൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഭയങ്കര രസമാണ്. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര എനർജിയാണ്, ഭയങ്കര ആക്റ്റീവാണ്, കോൺഫിഡൻസ് അതിഭീകരമാണ്. ഇത് ഫഹദിന്റെ ആക്ടിങ്ങിന്റെ ഏറ്റവും നല്ല വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എനിക്ക് അദ്ദേഹം തോന്നുന്നത് കോൺഫിഡൻസ് ആണ്. സീൻ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഇന്റന്റ് എത്ര സ്ട്രോങ് ആണ്. ആൻഡ് അയാൾ ചെയ്യുന്നൊരു ഹോം വർക്ക് ആണെങ്കിലും ഞാൻ പല മൺസൂൺ മാംഗോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി അപ്ഡേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ സിനിമകൾ കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരുടെ പെർഫോമൻസസ് കണ്ടിട്ടാണെങ്കിലും അതിൽ നിന്ന് ശ്രദ്ധിച്ചെടുക്കുന്ന ചില പോയിന്റുകൾ. മമ്മൂക്കയുടെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരിക്കലും തൃപ്തനല്ലാത്ത ഒരാളാണ് സ്വന്തം വർക്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. അത് കാണിക്കുമെന്നല്ല, നമ്മൾ തൃപ്തനല്ലാത്തതുകൊണ്ടായിരിക്കും അതിങ്ങനെ വീണ്ടും വീണ്ടും വേറെ ചെയ്യാനും അത് ചെയ്യാനും അത് വേറെ തരത്തിൽ ചെയ്യാനും വേറെ ലൈക്ക് ഓരോ വേറെ ഡയലക്റ്റ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്ഷൻ മാറ്റി അല്ലെങ്കിൽ വേറെ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ കൈൻഡ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു മമ്മൂക്ക ഉണ്ടല്ലോ. അത് ഭയങ്കര രസമല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ, അല്ലെങ്കിൽ കാഴ്ച എന്ന് പറഞ്ഞൊരു സിനിമ. ഇതിലൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ടുള്ള ഒരു നമുക്ക് പുത്തമ്പടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം. അപ്പോൾ അങ്ങനത്തൊക്കെ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്ന, അതായത് സ്റ്റാർഡം അല്ലാത്ത വേറൊരു എലിമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ആൻഡ്
ഇപ്പം പൃഥ്വിരാജ് രാജേഷിനെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഹി ബ്രിങ്സ് എ ലോട്ട് ടു ദ ടേബിൾ. ജസ്റ്റ് ഒരു ആക്ടർ എന്ന പൊസിഷൻ മാത്രമല്ല, അദ്ദേഹം ഒരു എല്ലാ ഇൻപുട്സും നമുക്ക് ആ സിനിമയിൽ കിട്ടും. വൺസ് ഈസ് ഇൻ ദ മൂവി ഹി ക്യാൻ ബി യൂസ്ഡ് എനിവെയർ. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്കത് ഇങ്ങനൊരു സംഭവം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് എ വ്യൂ. ഇപ്പം എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പ്രൊഡക്ഷൻ്റെ എന്തെങ്കിലും ഒരു ഡിലമയുണ്ട്, അല്ലെങ്കിൽ അതവരിങ്ങനെ ഈ ഡീൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരിക്കത്തില്ല അതിനെ പറ്റിയിട്ട്. ഒരു ക്യാമറ, ഒരു ലൈറ്റ് പോകുന്നു, അല്ലെങ്കിൽ മറ്റേത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സീൻ നമുക്ക് വേറെ എങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, ആ ഡിസ്കഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതൊരു ഡയറക്ടറിനെ സംബന്ധിച്ച് വലിയ അസറ്റാണ്. ഒരു പ്രൊഡക്ഷനെ സംബന്ധിച്ച് ഇപ്പം ഈ സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത്, അദ്ദേഹം കാരവാനിൽ പോയില്ല, അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ എപ്പോഴും അവിടെ തന്നെ ഇരുന്നിട്ട് വൈശാഖേട്ടനൊപ്പം ഇരുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും, അത് എഡിറ്ററുണ്ട്, അപ്പോൾ ഇവർ 3 പേര് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുകയും. അപ്പോൾ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വൈശാഖേട്ടനും അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വൈശാഖേട്ടൻ അത്രയും വിശ്വസ്തനായ ഒരാളെ കൂടെ കിട്ടുകയാണ്. വൈശാഖേട്ടൻ എന്തെങ്കിലും ഇത് നമ്മൾ മറ്റേ ഇതിങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്തത് നല്ലതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ആക്ടർ പറയുന്ന പോലെ അല്ല, അദ്ദേഹം വേറൊരു ടെക്നീഷ്യൻ പറയുന്ന പോലെ അത് ശരിയായിരിക്കും, അത് മറ്റത് ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ അടിപൊളിയായിരിക്കില്ലേ. പുള്ളി ഒരു സജഷൻ പറയുമ്പോൾ അല്ല ഞാൻ രാജു ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് വൈശാഖേട്ടൻ പറയാം. അപ്പോൾ ഈ കോൺഗ്രസ്, ഈ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. എന്നാൽ അദ്ദേഹം ഒരു ഡയറക്ടറിന്റെ ഫ്രീഡത്തിലോ ഒന്നും ഇന്റർഫിയർ ചെയ്യുന്ന പോലെ കണ്ടിട്ടില്ല. ഭയങ്കര രസമായിട്ട് അത് അതിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട്. അത് നമ്മൾ കണ്ട് എനിക്ക് ഭയങ്കര രസം തോന്നിയൊരു കാര്യമാണ്. അതൊക്കെ ആണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓരോരുത്തരിൽ നിന്നും നമുക്ക് ഓരോന്നും കിട്ടും ഓരോ ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴും. അങ്ങനെ ഞാനതിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് നമ്മളതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് പുതിയൊരു സെഗ്മെന്റ് ഉണ്ട്, വിച്ച് ഈസ് നോ ഫിൽട്ടർ റൗണ്ട്. നോ ഫിൽട്ടർ റൗണ്ട്. ഫിൽട്ടർ ഇല്ലാതെ മാക്സിമം പറയാൻ പറ്റുന്ന രീതിയിൽ പറയുക. പറയാതിരിക്കാൻ ഒരു ഓപ്ഷൻ, എന്തെങ്കിലും ഒന്ന് പറയാ. സംസാരിക്കാൻ റെഡി ആണല്ലോ. മൂവിയിലുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റിയ ലൈഫ് ഒരു ദിവസത്തേക്ക്, അങ്ങനെയാണ് ആ ഒരു 24 hours ആരെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. ഒരാളുടെ ലൈഫ് ജസ്റ്റ് 24 hours. മനസ്സിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ആരാധന തോന്നിയിട്ടുള്ള ഒരാള് മോഹൻലാൽ. അദ്ദേഹം എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്കൊന്ന്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയുന്ന ആഗ്രഹമുള്ള ഒരു കാര്യമാണ് തോന്നുന്നു. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന് പോലും അറിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതൊരു ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ചെയ്യുന്നത്, അറിഞ്ഞോ അറിയാതെ അദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന തീർച്ചയായിട്ടും ഭയങ്കര ഫാനാണ്. അപ്പം അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ലാലേട്ടനെ പോലെ ഒരു ദിവസം ജീവിക്കാൻ പറ്റുക അടിപൊളിയായിരിക്കും. ഫിറ്റ്നസ് താല്പര്യമാണല്ലോ, ചീറ്റ് മീൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഏത് ഭക്ഷണമാണ് എത്ര വർക്കൗട്ട് ചെയ്താലും ഒഴിവാക്കാൻ പറ്റാത്തത്? എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റാണ്. അപ്പം അതിനെനിക്ക് അവോയ്ഡ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. എന്നാലൊരു സിനിമയ്ക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. ഐ ട്രൈ ടു ഇഗ്നോർ ഇറ്റ്. പക്ഷെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോളിലേക്ക് കിട്ടാറില്ല. അപ്പം അതാണ് എനിക്ക് സ്വീറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമൽ അല്ലാത്തൊരു ഫേവറേറ്റ് ഫുഡ്, സ്വീറ്റ് അല്ലാതെ ഇപ്പോൾ ഡയറ്റിലാണെങ്കിലും നമുക്ക് ചിലതുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷവായാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് അത് ഫുൾ പ്രോട്ടീനാണ്, അപ്പം അത് പ്രശ്നമില്ല. ഞാൻ എൻ്റെ എല്ലാ ഇതും തീർക്കുന്നതിലാണ്, കുറെ കഴിക്കാൻ ചെയ്യും. മുത്തൽവൻ മൂവി കണ്ടിട്ടുണ്ടല്ലോ, അർജുൻ്റെ മുത്തൽവൻ മൂവി തമിഴ്, അതിനകത്ത് CM ആയിട്ടാണ്. അങ്ങനെ ഒരു അവസരം കിട്ടാണ് ഒരു ദിവസത്തേക്ക് കേരളത്തിന് വേണ്ടിയിട്ട്, എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു? എന്ത് ചെയ്യും ആ ഒരു ദിവസം? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് കേരളത്തിൽ മാറണം എന്നൊരു മനസ്സിലുകൊണ്ട് വിചാരിച്ചേക്കുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ വിഷയം. എപ്പോഴെങ്കിലും ഒക്കെ കേരളത്തിൽ ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ തോന്നുമല്ലോ നമുക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ, ഒന്നും തോന്നാറില്ല. അങ്ങനെയൊന്നുമല്ല, എനിക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ലാതെ തോന്നിയല്ല. എനിക്ക് എൻ്റെ ലോജിക്ക് മനസ്സിലാവാത്തത് പലപ്പോഴും ജനപ്രതിനിധികൾ ഒരവസ്ഥ, ഒരു പൊസിഷനിലേക്ക് കയറുകയും MLA ആയിട്ടോ അല്ലെങ്കിൽ MP ആയിട്ടോ ഇലക്ഷൻ കഴിഞ്ഞവർ കയറുകയും അതിൽ ഒരു MLA ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് കുറച്ചാലും കഴിഞ്ഞിട്ട് അവർ അത് രാജിവെച്ച് അവരൊരു MP ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പൊസിഷനിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സംഭവമുണ്ട്.
അപ്പോൾ അതുണ്ടാക്കുന്ന രാജ്യത്തിനുണ്ടാകുന്ന നമ്മുടെ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ബേർഡൻ വളരെ വലുതാണ്. എത്രയോ കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിൻ്റെ ലോജിക്ക്. അതെങ്ങനെ അത് നിയമം അനുവദിക്കുന്നു, അവരെ തന്നെ വീണ്ടും ഇലക്ഷൻ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 വർഷത്തേക്ക് അങ്ങോട്ട് തീരുമാനം എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ 5 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഞാൻ MLA ആണ്, ഇന്ന മണ്ഡലത്തിൽ ഞാൻ MLA ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നു. അതിനുവേണ്ടി ഒരു ബജറ്റ് ഇത്ര രൂപ അതിനുവേണ്ടി ചിലവഴിക്കുന്നു, ഇത്ര കോടി രൂപകളാണ്. അപ്പോൾ അത്രയും ചിലവഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ രാജിവെക്കുകയാണ്. എന്നിട്ട് ഞാൻ ചിലപ്പോൾ വേറൊരു പൊസിഷനിലേക്ക് മത്സരിക്കുകയാണ്. വീണ്ടും ഈ പൈസ കൊടുക്കുന്നത് നമ്മളാണ്. അപ്പം ഞാൻ ആ ദിവസം വോട്ട് ചെയ്യാൻ പോകണമെങ്കിൽ ഇപ്പം ഞാൻ വേറെ സ്ഥലത്ത് ജോലി ചെയ്യാണ്. എനിക്കിപ്പം ഒരു സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാളിപ്പം 1000 രൂപയാണല്ലോ ഒരു ദിവസം ശമ്പളമെങ്കിൽ അയാൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് അയാൾ പോയി ഇതിന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് അയാൾ ഇത്രയും ട്രാവൽ ചെയ്ത് പോകുന്നു. ഇതെല്ലാം ഇതിൽ പെടില്ലേ? അതിന് മാത്രം ഒരു മഹത്തായിട്ടുള്ളൊരു വ്യക്തിയാണോ അദ്ദേഹം? അല്ലെങ്കിൽ അത്രത്തോളം ഒരു സാമ്പത്തികം അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കും മറ്റൊരു പൊസിഷനിൽ നിന്നാണ്. അതെനിക്ക് ഭയങ്കര പിന്നെ 2 സ്ഥലത്ത് നിന്ന് മത്സരിക്കുകയും ഒരു സ്ഥലത്ത് രണ്ടും ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് രാജിവെക്കുക, എന്നിട്ട് അവിടെ വേറൊരാൾ മത്സരിക്കുക. അതൊക്കെ ഭയങ്കര നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറിയിട്ട് നമ്മൾ പെട്ടെന്ന് റിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെ ജോലിക്ക് എടുക്കും. നമ്മൾ ജോലിക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പം ശില്പ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങളൊരു 3 മാസം ഇന്ന വർക്ക് ചെയ്തിട്ടുള്ളൂ. അടുത്ത സ്ഥലത്ത് നിങ്ങൾ അവിടെ നോക്കുമ്പോൾ അവിടെ നിങ്ങൾ 6 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നൊരു സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ 1 വർഷം. അപ്പം നിങ്ങൾ ഇത്രയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ജോലി മാറുന്നതെന്ന് ചോദിക്കില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറയ്ക്കില്ലേ? പക്ഷെ ഇവിടെ നേരെ തിരിച്ചല്ലേ. എപ്പോഴും എനിക്ക് 2010 ആ ഒരു സമയത്താന്ന് തോന്നുന്നു ഒരു എനിക്ക് തിരുവനന്തപുരത്ത് എനിക്ക് നെയ്യാറ്റിൻകരയാന്ന് തോന്നുന്നു. അപ്പം ഒരു വ്യക്തി അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തൊട്ട ഓപ്പോസിറ്റ് പാർട്ടിയിൽ മത്സരിച്ച് അദ്ദേഹം ജയിച്ചു. അപ്പം ഇവിടുത്തെ ഇലക്ഷൻ ഇവിടെ ജയിപ്പിച്ച ആൾക്കാർ എന്ത് ചെയ്തു? നിങ്ങളൊരു പാർട്ടി നിങ്ങൾക്കൊരു 5 വർഷത്തേക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ഒരാളെങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് വലിയ വലിയ തീരുമാനങ്ങൾ ചെയ്യുന്നത്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്? അതെനിക്ക് ഭയങ്കര ലോജിക്കൽ അല്ലാത്തൊരു കാര്യം. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മണ്ഡലത്തിന് ഒരു 50 കോടി രൂപ അതിനോട് ചിലവഴിക്കുന്നു എന്ന് വിചാരിക്കുക. 50 കോടി രൂപയ്ക്ക് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നവരും മറ്റെന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതിലൊരു മാറ്റം വരണ്ടേ? മുഖ്യമന്ത്രി അല്ല മാറ്റം വരുത്തണ്ടേ? എന്നാൽ പോലും ഞാൻ പറയാം. ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇത്രയും വളരെ നന്നായിട്ട് വികസിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും അല്ലേ? അപ്പോൾ പല രീതിയിലും നമ്മൾ നല്ല കമൻസും അല്ലാത്തതും എല്ലാം കേൾക്കാറുണ്ട്. എപ്പോഴെങ്കിലും സഞ്ജുവിനെ പറ്റിയിട്ട് ഇല്ലാത്തൊരു കാര്യം എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടപ്പോൾ ഷോക്കായിട്ട് അത് യാതൊരു ബന്ധവുമില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ സംഭവിക്കാറുണ്ട്. ഒട്ടും ബന്ധമില്ലാത്ത കേട്ടൊരു അല്ല അങ്ങനെ. പിന്നെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പറ്റി ഇപ്പം ഒരാൾ എഴുതുന്ന കാര്യങ്ങൾ, ഇപ്പം ജേർണലിസം എന്ന് പറയുന്നത് ഇപ്പം ആർക്കും ജേർണലിസ്റ്റ് ആവാം. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ച് അതിനെപ്പറ്റി ഒരു എത്ര നാളത്തെ ഒരു കോഴ്സ് ഫോളോ ചെയ്ത് പഠിച്ച് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു ന്യൂസ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എടുക്കുന്നു, ആ ഡേറ്റ് എടുക്കുന്നു, ആ ഡേറ്റ് പ്രോസസ്സ് ചെയ്ത് ഒരു ഇൻഫർമേഷൻ ആക്കുന്നു, അത് പ്രസന്റ് ചെയ്യുന്നു. അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിനൊരു ഹെഡിങ് കൊടുക്കുന്നു. ആ ഹെഡിങ് വളരെ ആപ്റ്റ് ആയിരിക്കും അതിന്. അത് കൺസ്ട്രക്റ്റീവ് ആണോ, ഡെസ്ട്രക്റ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ അതിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്യണം. നമുക്ക് ഒരേ കാര്യം പലതരത്തിൽ പറയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ട്, അതായത് ഇപ്പം ഒരു കാര്യത്തിനെയും എന്തിനേയും നെഗറ്റീവായിട്ട് പറയുകയും ആർക്കും പറയാം. അപ്പം അത് അത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരാളെ പറ്റി പറയാൻ. എനിക്കിപ്പോൾ നിങ്ങളോട് വ്യക്തിപരമായ വിരോധം ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഒരു പൊതു സ്ഥലത്ത് പോയി അങ്ങനെ പറയേണ്ട കാര്യമില്ല. സിനിമയെ പറ്റിയിട്ടാണെങ്കിലും ആൾക്കാർ വളരെ മോശമായിട്ട് ചിലപ്പം പറയാറുണ്ട്. അതെല്ലാവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ വലിയ നമ്മുടെ നാടിന്, നമ്മുടെ ജീവിതത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സിനിമ നമ്മൾ ഇപ്പം നാട്ടിലെ കണക്ക് പറയുന്ന 100-150 രൂപ നമ്മൾ ചിലവഴിച്ചിട്ട് അതിനെപ്പറ്റി അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി ഘോര പ്രസംഗിച്ച് നമ്മൾ 150 രൂപയ്ക്ക് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കട മുമ്പിൽ സമരം ചെയ്യും. ഇല്ല, കടയെ പറ്റി മോശം അഭിപ്രായം മൈക്ക് കൊടുത്തിട്ട് നമ്മൾ പറയില്ല. സിനിമയല്ലേ നമ്മൾ 3 മണിക്കൂർ വലിയ തെറ്റില്ലാത്തൊരു നല്ലൊരു ഒരു സീറ്റിലിരിക്കുന്നു, AC ഒക്കെ ഉള്ള സ്ഥലത്തിരിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാം. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഉപദ്രവിക്കുന്നില്ല. നമുക്ക് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ വളരെ ഇതായിട്ട് നമ്മൾ പറ്റി ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നും. നമ്മൾ ആ മേഖലയിൽ നിൽക്കുന്നുണ്ടായിരിക്കും, കാണുന്നവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതിൻ്റെ ദേഷ്യവും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു എക്വിലിബ്രിയം ഒക്കെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്.
ഇപ്പം പൊതുവേ ഒരു മൂവി നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് കഥ കേട്ടും ആരാണ് അഭിനയിക്കുന്നത് എല്ലാം നമ്മൾ നോക്കിയിട്ടാണല്ലോ. ഒരു നടനോ ഒരു നടിയുടെ പേര് കേട്ടു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആര് സംവിധാനം ചെയ്യുന്നു, ആര് ഡയറക്റ്റ് ചെയ്യുന്നു, ഒന്നും ഈവൻ പേയ്മെൻറ്റ് പോലും നോക്കാതെ ഓക്കെ പറയുന്നു. അങ്ങനെ ഒരു നടനോ നടിയുണ്ടോ? കേട്ട് കഴിഞ്ഞ സ്പോട്ടിൽ ഓക്കെ ഞാൻ അഭിനയിക്കാൻ റെഡിയാണ്? ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഏതാ മൂവി എന്ന് ചോദിക്കാൻ? ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചത് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ കൂടെ എന്ത് ആദ്യം വരുന്ന അതിൽ ഞാൻ പോയി ചെയ്യും. എന്ത് റോളാണെങ്കിലും ഞാൻ നോക്കില്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന സിനിമ, അതിലേക്കൊരു സോങ് അതായിരുന്നു. ഞാനതൊന്നും ഒന്നും ചോദിക്കാണ്ടാണ് എന്നെ പോയി ചെയ്തത്. പൈസ പോലും ചോദിച്ചിട്ടില്ല, ഒന്നും. അല്ല, അത് ചാൻസ് മതി എന്നല്ല, എനിക്കതിന് എൻ്റെ ആഗ്രഹമാണ്. എനിക്ക് കാരണം അവർ കാരണമാണ് ഞാൻ സിനിമയിൽ വരാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. ലാലേട്ടൻ്റെ ഒപ്പം എനിക്ക് വന്ന ആദ്യത്തെ അവസരം, ഞാൻ ആ സമയത്ത് അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എനിക്ക് ഒരു 4 ദിവസത്തെ ഒരു വർക്കായിരുന്നു. എനിക്ക് കൃത്യമായ കോമ്പിനേഷൻ പോലും ഇല്ല. എന്നിട്ട് ഞാനത് ലാലേട്ടൻ്റെ സിനിമയാണ് ഞാൻ പോയി ചെയ്തു. അപ്പം അത് നമുക്ക് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. പിന്നെ ഇപ്പം അങ്ങനെ ചില ആൾക്കാരുള്ളപ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ നോബഡി എന്ന് പറയുന്ന സിനിമ ഞാൻ അങ്ങോട്ട് ഒത്തിരി ആഗ്രഹിച്ച് ചെയ്ത സിനിമയാണ്. ഞാൻ നിസാമിനോട് അങ്ങോട്ട് ചോദിച്ചാണ് എനിക്കതിനകത്ത് അഭിനയിക്കണമെന്ന്. അങ്ങനെ എനിക്ക് പറയാനുള്ള ഫ്രീഡം ഉള്ളതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും റോൾ എനിക്ക് വേണം. കാരണം നിസാം ചെയ്യുന്ന പോലെ അത്ര ഗംഭീരമായിരിക്കും. ഞാൻ നിസാമിനോട് അതിന് ശേഷവും ഞാൻ പറഞ്ഞു, ഏത് പടം ചെയ്യുമ്പോഴും ഞാൻ വിളിച്ച് ചോദിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് അതിനെ ഒരു ഇതും വിചാരിക്കരുത്, ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അതെനിക്ക് ഇഷ്ടമാണ്. നിസാം എന്ന് പറയുന്ന ഫിലിം മേക്കർ എനിക്ക് ഇഷ്ടമാണ്. അതുപോലത്തെ ഇപ്പം കൃഷാന്തൻ്റെ സിനിമകൾ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അതിൻ്റെ ഭാഗമാവാൻ എനിക്ക് ഇഷ്ടമാണ്. നജീം കയുടെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നജീം കെ തന്ന ബിക്കോസ് അദ്ദേഹം തരുന്ന കഥാപാത്രവും അദ്ദേഹം അതിനോട് തരുന്ന ഡിസ്ക്രിപ്ഷനും ഒക്കെ. ഇപ്പം രാജുവേട്ടൻ്റെ സിനിമകൾ അത് നമുക്ക് ഭയങ്കര, കാരണം വെച്ചാൽ അതിലെല്ലാം അവരൊരു ഡെസിഷൻ എടുത്തിട്ടുണ്ട്. അവരിതെല്ലാം നോക്കിയിട്ടാണ് ആ ഡെസിഷൻ എടുക്കുന്നത്. വിച്ച് മീൻസ് അതൊരു നല്ല സിനിമയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു പരിധി നമുക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ കഥാപാത്രം നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് അങ്ങനെയല്ലേ നമ്മളൊരു ചോയ്സ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ജോലി കിട്ടുന്ന ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇപ്പം ശില്പയ്ക്ക് ഒരു ചെറിയ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ CEO ആയിട്ട് കിട്ടുന്നതും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വലിയൊരു ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഒരു മാനേജറായിട്ട് കിട്ടുന്നതും തമ്മിൽ ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റാതായിരിക്കും. ബിക്കോസ് നമ്മൾ എന്താണ് അതിൻ്റെ ടേക്ക് അവേ നോക്കിയിട്ട്. അപ്പം അങ്ങനെ ടേക്ക് അവേ നോക്കി നമ്മൾ ചെയ്യും, ഡെഫിനറ്റ്ലി ചെയ്യും. അപ്പം അതുപോലെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ സിനിമ, അത് അവരെ ആണ് എന്നെ സിനിമയിലേക്ക് അടുപ്പിച്ചതും സ്നേഹിപ്പിച്ചതും ഒക്കെ അവരാണ്. അതിനോടുള്ളൊരു റെസ്പെക്റ്റ് ആയിരിക്കാം ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഫാമിലി പരമായിട്ടോ ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും കോംപ്രമൈസ്? എന്തിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യണ്ടേ? എവരിതിങ് ഹാസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം എല്ലാ ഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നത് അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നാറില്ല. നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു, ജോലി കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വന്നു കഴിക്കുമ്പോൾ നമ്മുടെ ഇൻകം ഇല്ലാതെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു സാക്രിഫൈസ് അല്ലേ? പിന്നെ ഇപ്പം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഏത് സിനിമയാണ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉറക്കം ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി ചില സിനിമകൾ നമ്മൾ 24 hours 26 hours വരെ ഒരു സിനിമ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പെയിൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം സാക്രിഫൈസസ് ആണ്. അതൊന്നും ഒരു നമുക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ പരാതികളില്ല. പരാതിയില്ലെന്ന് വെച്ചാൽ നമ്മൾ ആ ഘട്ടത്തിൽ നമ്മൾ പരാതി പറയോ അങ്ങനെയാണ് റെസ്റ്റ് കിട്ടിയില്ല ഇതൊക്കെ പറയുമെങ്കിലും എൻഡ് ഓഫ് ദി ഡേ നമുക്കത് ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യുന്ന. പിന്നെ നല്ല ഭക്ഷണങ്ങൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഫുഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഫുഡ് പഴയ പോലെ തോന്നുന്ന പോലെ ഞാൻ കഴിക്കാറില്ല. അത് തീരെ കഴിക്കാറില്ല എന്നല്ല, ഞാൻ പണ്ടത്തെ അത്രയും ഒരു ഇതിലെനിക്ക് പറ്റാറില്ല. അതൊക്കെ ഇതിനോടുള്ള ഒരു ഇതല്ല, അത് നമ്മൾ ചെയ്യണം. കുച്ച് പാനേക്കില്ലേ കുച്ച് കോനാ പടയുക എന്ന് പറയുന്നത് ചെയ്തില്ലേ പറ്റും. ഓക്കെ, അപ്പോൾ ലൈഫിൽ ക്രിറ്റിസൈസ് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്? ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്ന കിട്ടണം? അത് എല്ലായിടത്തും ക്രിറ്റിസിസം നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ അവർക്ക് റാങ്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇപ്പം സുഹൃത്തുക്കൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. ഇത് പലപ്പോഴും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യും, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇപ്പം ചില ആളുകളുണ്ട് നമ്മൾ എപ്പോഴും കുറ്റങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികം അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് നമ്മുടെ കുറ്റങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാൻ നമ്മളായിരിക്കും. അതിനൊരു വാലിഡേഷനാണ് മറ്റൊരാൾ പറയുമ്പോൾ. ഇപ്പം നീ എല്ലാ ദിവസവും നീ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നത് അത് ഭയങ്കര മോശമാണ്,
അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, നമ്മൾ ലേറ്റ് ആയിട്ട് നിൽക്കുന്നത് അവർ പറഞ്ഞേണ്ട കാര്യമില്ല. പക്ഷെ അത് പറയുമ്പോൾ അത് ശരിയാണോ, ഞാനതിനെ പറ്റി തിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് ഭയങ്കര കൺസ്ട്രക്റ്റീവാണ്. അല്ലാതെ നമ്മളെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ എനിക്ക് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്, വളരെ ബ്ലണ്ടായിട്ട് പറയാറുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പ്രൊഡ്യൂസർ പ്രദീപ് പതിയാറ എന്ന് പറഞ്ഞിട്ട്, അരവിന്ദൻ്റെ അതിഥികളിലൊക്കെ പ്രൊഡ്യൂസറാണ്. അയാൾക്കൊരു മയമില്ലാത്ത മനുഷ്യനാണ്. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നല്ലോണം പറയും. ഇപ്പം ഞാനിപ്പോൾ ഫുഡ് കൂടുതൽ കഴിക്കുകയാണ്, ഞാനിപ്പം മധുരമൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അയാൾ നമ്മൾ ഒരു സ്വസ്ഥം തരില്ല. അതുപോലെ നമ്മൾ ചീത്ത പറയും. നമ്മൾ ഇഷ്യൂ വേണ്ടാതുകൊണ്ട് നമ്മൾ അത് നല്ലതാണ്. ഇപ്പം പ്രശാന്ത് അലക്സാണ്ടറിന്റെ സുഹൃത്താണ്. അദ്ദേഹം ഇങ്ങനെ ചില സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളെ അതങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പലരും ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിലും ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്രശ്നമാണ്, ഇങ്ങനെ ചെയ്യുന്ന പ്രശ്നമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ നേരെ ആവുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം. ക്രിറ്റിസിസം വർക്കാവുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പം അത് സ്വാഭാവികമാണ്. നല്ലതെടുക്കുക, ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, ചെയ്യാൻ പറ്റാത്തവിടെ ചിലതൊക്കെ നമ്മൾ നമ്മുടെ രീതിക്ക് തന്നെ പോവുക. സഞ്ജു എന്നൊരു ആക്ടറിൽ കഴിവുകൾ ഇത്രയും ഉണ്ട്, അഭിനയം എല്ലാം ഉണ്ടെങ്കിലും ഇതുവരെ ഒരു ഡയറക്ടർ പോലും തിരിച്ചറിയാതെ പോയ ഒരു കഴിവ്. എന്നാൽ ഓക്കെ, ആരെങ്കിലും ഇത് ഇങ്ങനൊരു ചാൻസ് തന്നെങ്കിൽ ഇങ്ങനെ ബെറ്റർ ആയിട്ട് ചെയ്യാം എന്ന് തോന്നിയ ഒരു ടാലൻറ്റ്? അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്കിൽ ബേസ്ഡ് ആണ് ആക്ടിങ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് പലതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ചില സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ നിന്റെ ഫേസിന് ചേരില്ല, അല്ലെങ്കിൽ നീ അത് ചെയ്ത് ശരിയാവില്ല, അതുകൊണ്ട് ആ ക്യാരക്ടർ നിനക്ക് സെറ്റാവില്ല. അതൊക്കെ അവർക്ക് തോന്നുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരേ കഥാപാത്രം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ തോന്നിയിരിക്കുന്നത്. എനിക്ക് എല്ലാ വേരിയേഷൻസും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും. ഇപ്പം അതിനകത്ത് ഇപ്പം എന്താ പറയുന്നത്, ഒരു ആക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമർ ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പല മേഖലകളുമാണ്. നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടേഴ്സ്, ഇതെല്ലാം നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ അത് നമ്മളെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കിത് അതെല്ലാം ഇപ്പം പലതരത്തിലും ഫുള്ളി അതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങൾ തുടരെ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയും. പക്ഷെ എനിക്ക് ഒരു 4 സംഘം എന്ന് പറയുന്ന വെബ് സീരീസിൽ എനിക്ക് അതിൻ്റെ ഒരു വ്യക്തിയുടെ പല ഷെയ്ഡ്സും അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 1000 Babies എന്ന് പറയുന്ന വെബ് സീരീസിൽ എനിക്ക് അതിനെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഖലീഫയിലാണെങ്കിൽ ഒരു പരിധി വരെ അതിനെപ്പറ്റി നമുക്ക് ചെയ്യാവുന്ന പല, ഞാൻ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സിനിമയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് എന്നെ ഭയങ്കര നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം പാച്ചു അത്ഭുത വിളക്കം എന്ന സിനിമയിലെ ആ കഥാപാത്രം, അത് ഞാനൊരു ഓട്ടോമാറ്റിക് ചോയ്സ് ആവേണ്ടതല്ല, അത് വേറെ ആരോ ചെയ്യാനിരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നതായിരിക്കാം. അതിനോട് വളരെ വൈകി പറയും. എനിക്ക് തന്നെ വേറൊരു തരത്തിൽ അത് പ്ലേസ് ചെയ്യാൻ ആ സീൻ, 2 സീനേ ഉള്ളൂ. ആ സീൻ ഭയങ്കര രസമായിട്ട് വർക്ക് ആവുകയും ചെയ്തു. അതുപോലെ ARM എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു പോലീസ് കഥാപാത്രം, അത് ഞാനായിരുന്നില്ല, ഞാൻ എൻ്റെ ചോയ്സ്. രഞ്ജിത്തിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് മറ്റൊരു ആക്ടറെ വെച്ച് അവർ ചെയ്യാനിരുന്നതാണ്. അത് ഫൈനലൈസ് ചെയ്തതൊക്കെയാണ്. കാരണം എന്നെ അങ്ങനെ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാൻ അതിനു മുമ്പ് അവർക്ക് അങ്ങനെ കണ്ട് പരിചയമില്ല, അല്ലെങ്കിൽ അങ്ങനെ അവർ കണ്ടിട്ടില്ലായിരിക്കും. പക്ഷെ അതെന്നെ ഏൽപ്പിച്ചത്, അത് ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനെ നമ്മളെ ഉപയോഗിക്കാത്തതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ മഹത്വം കൊടുക്കുന്നതിനാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഡയറക്ടർ വന്നിട്ട് എനിക്ക് അയാളെ ഇങ്ങനെ യൂസ് ചെയ്യണം, എനിക്ക് അയാളെ ഇങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര, അത് അവരുടെ സ്കില്ലാണ്. അപ്പം മറ്റുള്ളവരങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇവരങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പം ഉദാഹരണം, ഇപ്പം ഐ നോബഡി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ അതിനകത്ത് മധുബാലേട്ടൻ ചെയ്യുന്നത്. അപ്പം മധുബാലേട്ടൻ അതിലൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ നിസാമിനോട് ഇങ്ങനെ സംസാരിച്ച മധുബാലേട്ടൻ ലൈഫിൽ ഇതുവരെ പോലീസ് കഥാപാത്രം ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് അപ്പം പുള്ളി ഒരു പോലീസായിട്ട് പ്ലേസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അത് അയാൾക്ക് തോന്നിയൊരു, അല്ലെങ്കിൽ സ്ഥിരമായി പോലീസ് ചെയ്യുന്ന ഒരാളെ പിടിച്ച് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരാൾ വേണ്ട, വേറൊരാളെ ട്രൈ ചെയ്യണം എന്ന് തോന്നുന്നത് അയാളുടെ ഡിസിഷനാണ്, അയാളുടെ ക്രാഫ്റ്റിന്റെ ഭാഗമാണത്, അങ്ങനെ ചലഞ്ച് എടുക്കുന്നതും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് കഴിവ്. മറ്റതിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പം എനിക്ക് അങ്ങനത്തെ സ്കിൽ സെറ്റ്സ്, ഇനിയും നല്ല സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കാം, ഇതിലും നന്നായിട്ട് ഞാൻ ചെയ്യുന്ന മേഖലകൾ ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരാളായിരിക്കാം. എനിക്ക് ഒരുപാട്
നല്ല ഡ്രാമയുള്ള സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, കൂടുതൽ നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചിലപ്പോൾ ഒരു ഡയറക്ടറുടെ ഒരു ആവശ്യവും അദ്ദേഹത്തിൻ്റെ കഴിവുമായിരിക്കും നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കുക. നമ്മൾ പറഞ്ഞു ഇപ്പം നജീം ഇക്കയിൽ ഞാനത് കണ്ടു, നജീം ഗോയൽ ഞാനത് കണ്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ കൊണ്ട് പറഞ്ഞ് ആ ഇമോഷനിലേക്ക് നമ്മളെ കൊണ്ടുവരികയും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളതിന് റിയാക്ട് ചെയ്തു പോകും. അപ്പം നമ്മളുടെ ഒരു വേറൊരു ലെയർ അവിടെ യൂസ് ചെയ്യപ്പെടും. അപ്പം മസ്തിഷ്ക വർണ്ണത്തിലാണെങ്കിൽ അപ്പം ഞാൻ സിനിമയിൽ അങ്ങനെ ഡാൻസ് ചെയ്യുക അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഡാൻസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് അത്ര അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല എനിക്ക്. അപ്പോൾ അത് പക്ഷെ അതിൽ കൃഷാന്ത് എന്നെ വിളിച്ച് അങ്ങനെ ഒരു സംഭവം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പം ഞാനതിന് മുമ്പ് ഡാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിനുശേഷം ഞാൻ വേറൊരു സിനിമയിൽ ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ അത് ഇത്ര വർക്കായില്ല, അതുകൊണ്ട് അത് ചെയ്തില്ല. പക്ഷെ എന്നാൽ ഇപ്പം പ്രേം പാറ്റ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു രസമായിട്ട് ഒരു ഫുൾ സോങ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സിംഗിൾ ഷോട്ട് സോങ് ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഉണ്ട് കുറച്ച് ഭയങ്കരമായിട്ടുള്ളതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ പലരും അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. ആസ് എൻ ആക്ടർ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുകയും നമ്മൾ അവർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു അവസ്ഥ, അതാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അയാളെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. സോ അത് അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. റിപ്പീറ്റേഷനിലായിട്ട് റീടേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഏതൊരു ഒരു സീൻ ഇപ്പോഴും ഓർക്കുമ്പോൾ എത്ര എടുത്തിട്ടും ലാസ്റ്റ് കുറേ കഴിഞ്ഞ് ശരിയായിട്ടുള്ള ഒരുപാട് തവണ ടേക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് സംഭവിച്ചു. ഇപ്പോൾ ഖലീഫ ചെയ്തപ്പോഴാണ്. അതിനു മുമ്പ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. ഖലീഫ ചെയ്തപ്പോൾ ഒരു സീനിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് അത് കുറേ ടേക്ക് പോയി. അത് പക്ഷേ അതിന് ഡയറക്ടറിന് വേണ്ടത് വേറെ, ഇപ്പോൾ വൈശാഖേട്ടന് വേണ്ടത് ഒരു ഇന്ന ഒരു തരത്തിൽ അതിൻ്റെ ഡെലിവറി ആയിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാന്നല്ല അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഇനി അദ്ദേഹത്തിന് വേണ്ടത് ഇങ്ങനെയാണ്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പം അത് നമ്മൾ പലതും മാറ്റിയും തിരുത്തിയും ഒക്കെ ചെയ്യേണ്ടി വരും. ഇനി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഒരു സോങ് ഷൂട്ട് ചെയ്ത സമയത്ത് അത് എത്രയോ ടേക്ക് പോയി. കാരണം അത് സിംഗിൾ ഷോട്ടിൽ പോകാൻ പ്ലാൻ ചെയ്ത സോങ്ങാണ്. അപ്പോൾ അത് സിംഗിൾ ഷോട്ടിൽ ഒറ്റ ഒരു സോങ് എന്ന് പറയുമ്പോൾ 3 മിനിറ്റ് താഴെ വരുന്ന ഒരു സോങ്ങാണ്. സിംഗിൾ ഷോട്ടിൽ പോകുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ക്യാമറയുടെ ഫോക്കസ് പിടിച്ച് പോയി ക്യാമറ ഫോക്കസ് ശരിയാണോ, മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ശരിയാണോ, ആ ഇതിലൊരു 100-300ഓളം പേര് ആ സോങ്ങിലുണ്ട്. ഇത്രയും പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്ന ആ മൂമെന്റിൽ ഒരാൾ തെറ്റിച്ചാൽ അത് മൊത്തം തെറ്റും. അത് 10-15-16ഓളം ടേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. സിംഗിൾ ഷോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അത് ഹൈ എനർജി വേണ്ട ഒരു സംഭവമാണ്. പക്ഷെ അതിനകത്ത് എൻ്റെ ഹൈ എന്ന് പറയുന്നത് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലൊരു 3 ദിവസം ഷൂട്ട് ചെയ്യേണ്ട സോങ് ആണത്. 3 ദിവസം ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ മിനിമം ഒരു മലയാള സിനിമയുടെ ഒരു ഇത് പറയുന്നത് ഒരു 7 to 8 lakhs per day per night, അല്ലെങ്കിൽ അറൌണ്ട് 10 lakhs per night കോസ്റ്റ് നൈറ്റ് ആണത്. അപ്പം 10-30 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന സാധനമാണ്. അത് ഒരു ദിവസം കൊണ്ട് തീരുമ്പോൾ സംഭവിക്കുന്ന അത്രയും രൂപ ലാഭിക്കാൻ എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല എനിക്കതൊരു ചലഞ്ചും കൂടിയാണ്. അപ്പോൾ അന്നേരം അത് എത്ര ടേക്ക് പോയാലും നമുക്കത് പ്രശ്നമില്ല. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അതാണ് നമ്മുടെ ഹൈ തരുന്നത് സിനിമ. അപ്പോൾ നമ്മൾ ഈ ഷോ വളരെ എനർജറ്റിക് ആയിട്ട് ഞാൻ ഇപ്പോഴത്തേക്ക് ഇവിടെ നിർത്തുന്നു. സോ ഐ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും വരുന്ന പ്രോജക്റ്റുകളെല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മൈ ഷോ. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു ചാറ്റ് ഷോയിൽ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇത് ഫോക്ക് പാഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. കമ്പനിയുടെ പേരാണ്. അവർ ഗിഫ്റ്റ് ചെയ്തേക്കുന്നതാണ്.